ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ പ്രതാപൻ മുൻപ് നല്ലൊരു ലോറി ഡ്രൈവർ ആയിരുന്നെന്നും ഇനി കണ്ണൻ സാറും അച്ഛനും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിലേക്ക് ലോറി ഇടിച്ച് കയറ്റിയത് അയാളാണോ എന്ന് സംശയം പറയുമ്പോൾ കണ്ണനും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കാതിരിക്കാനാണ് ഞാനൊരു ഫോട്ടോ പോലും വീട്ടിൽ തൂക്കാത്തത്. എൻ്റെ അച്ഛൻ എന്നെയോ ഞാൻ സ്നേഹിക്കുന്ന ആരെയും ശല്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാനുള്ള ആവാഹനമോ ഉച്ചാടനമോ ഒന്നും വേണ്ട. ഞാൻ മരിക്കുവോളം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആകുന്നുണ്ട്. ശേഷം മന്ത്രവാദി വിശ്വനാഥൻ ഏറ്റവും പ്രിയപ്പെട്ട മകനായ കണ്ണൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കുടത്തിലേക്ക് ആവാഹിക്കാനുള്ള കർമ്മം തുടങ്ങുമ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞ പ്രകാരം മാർക്കോ വരികയും പൂജ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്നു. മാർക്കോയും ഒരാത്മാവാണെന്ന് മന്ത്രവാദി കരുതുന്നു. തുടർന്ന് മാർക്കോയെ ആവാഹിക്കാൻ നോക്കുമ്പോൾ മന്ത്രവാദിയുടെ ദേഹത്തേക്ക് തന്നെ ആ കുടം തട്ടിത്തെറിപ്പിക്കുകയും അവിടെ നിന്നും അയാളെ പറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മാർക്കോ. അതിനെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്ന സീമന്തിനെയും വാമനെയും ഉണ്ണിയെയും കരുണയെല്ലാം ഭീഷണിപ്പെടുത്തുകയും കണ്ണൻ സാറിനെ പോലെ തന്നെ മഹാലക്ഷ്മിക്കും ഈ തറവാട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാർക്കോയുടെ നേരെ ചൂടാവുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ഇത്രയും രഹസ്യമായിട്ട് നമ്മൾ ചെയ്ത കർമ്മം ഇവൻ എങ്ങനെയാണ് അറിഞ്ഞത്, കണ്ണേട്ടൻ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ണിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇനി ഇയാൾ പറഞ്ഞു വിട്ടിട്ടായിരിക്കും അവൻ ഇവിടെ വന്ന് പൂജ മുടക്കിയത് എന്നെല്ലാം ഉണ്ണി കരുണയോട് പറയുമ്പോൾ കണ്ണേട്ടൻ അവനോട് ചൂടായത് നിങ്ങളും കണ്ടതല്ലേ എന്ന് കരുണ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു പക്ഷേ അവരെല്ലാവരും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമായിരിക്കും കരുണയെന്ന് ഉണ്ണി പറയുമ്പോൾ ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത്. ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്നല്ലേ മന്ത്രവാദി പറഞ്ഞത്. എൻ്റെ അച്ഛനെയാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത്. ഇന്നത്തോടെ അതിനൊക്കെ ഒരവസാരം ഉണ്ടാകും എന്ന് കരുതി. കർമ്മങ്ങളൊന്നും നടന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും? ആ മാർക്കോ പറഞ്ഞത് കേട്ടില്ലേ, അച്ഛനെ വെറുതെ വിഷപ്പാമ്പിനെ പോലെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് അവൻ. അതുകൊണ്ട് മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ തന്നെ ഉടനെ കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, ഒരു ദുർമരണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എങ്ങനെ ചുറ്റിത്തിരിയുന്നത്? കാരണമോളുടെ അച്ഛനെയല്ലേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അയാളുടെ ലോറി ദേഹത്തേക്ക് കയറിയായിരിക്കും അദ്ദേഹം മരണപ്പെട്ടത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അത് കേട്ടൊന്ന് വല്ലാതാവുന്നുണ്ട് വാമദേവൻ. തുടർന്ന് പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല ദുർഗയെ, പ്രതാപൻ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നല്ലോ. അപ്പോൾ ലോറി ഡ്രൈവർ ആയിരുന്നവരോടെല്ലാം മൊത്തത്തിൽ ഈ ആത്മാക്കൾക്ക് ഒരു പകയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ദുർഗയെ അടക്കി നിർത്തുകയാണ് വാമൻ ചെയ്യുന്നത്. ഏതായാലും വിശ്വനാഥൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് മന്ത്രവാദി പറഞ്ഞ സ്ഥിതിക്ക് പേടിച്ച് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട് കേട്ടോ വാമനും സീമന്തിനിയും. ശേഷം പൂജയെല്ലാം മാർക്കോ വന്ന് തടസ്സപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവനൊരു ആത്മാവാണ്, അതുകൊണ്ടാണ് അവൻ ഈ കർമ്മങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയത്. വിശ്വനാഥൻ്റെ ആത്മാവ് ഒഴിഞ്ഞു പോവാത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ പേടിച്ചു വിറയ്ക്കുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കണ്ണൻ മാർക്കോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നു. ഇതേ സമയം പ്രതാപൻ പറഞ്ഞ ഒരു കാര്യവും കണ്ണൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് തനിക്കൊരു ടിപ്പർ ഉണ്ടെന്നും അത് കൊലയാളി ടിപ്പർ എന്താണെന്ന് ഞാനെന്തിന് പേരിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി മാർക്കോ പറഞ്ഞതുപോലെ പ്രതാപൻ തന്നെ ആയിരിക്കും ആ ലോറി ഡ്രൈവർ. പക്ഷേ അയാളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു തെളിവ് പോലും ഇല്ലല്ലോ. ഏതായാലും മാർക്കോ അവനോട് തന്നെ സത്യം കണ്ടെത്താനുള്ള സഹായം തേടാം എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ മാർക്കോയെ കാണാൻ എത്തുന്നുണ്ട് കണ്ണൻ. ആ മന്ത്രവാദി പറഞ്ഞത് അച്ഛൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ്. വെറുതെയൊന്നും എൻ്റെ അച്ഛൻ ആരെയും ശല്യം ചെയ്യില്ല. നീ പറഞ്ഞപ്പോഴാ മാർക്കോ എനിക്കും നിൻ്റെ സംശയം ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ അയാളാണ് ഞാനും അച്ഛനും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിലേക്ക് ലോറി ഇടിച്ച് കയറ്റിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു തെളിവ് പോലുമില്ല. അന്ന് CCTV ക്യാമറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്കും അന്വേഷണം നടത്താൻ പറ്റില്ല. പിന്നെ 20 വർഷം മുൻപ് നടന്ന ഒരു കുറിച്ചുള്ള അന്വേഷണം എവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ആലോചിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ ആശങ്കപ്പെടുമ്പോൾ മാർക്കോ ഒരു നിർണായകമായിട്ടുള്ള തെളിവ് കണ്ണന് കൊടുക്കുന്നുണ്ട്. അന്ന് ഇടിച്ച് തെറിപ്പിച്ച ലോറിയിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റാണെന്ന് ഇതെന്നും ഇതുമായിട്ട് സാറ് അന്വേഷണം തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മാർക്കോ ആ ഒരു തെളിവ് കണ്ണനെ ഏൽപ്പിക്കുന്നത്.
തുടർന്ന് നിനക്കിത് എവിടെ നിന്ന് കിട്ടി മാർക്കോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് സാറേ, സത്യം കണ്ടെത്താൻ ഈ ഒരു ലോക്കറ്റ് സാറിനെ സഹായിക്കുമെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് മാർക്കോ ചെയ്യുന്നത്. ഏതായാലും അന്ന് പ്രതാപൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ലോക്കറ്റാണിത്. അന്ന് അയാളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരു ലോക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അമ്മ തന്നെയാണ് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാർക്കോയെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്